എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയുടെ ഒരു പുതിയ പ്രബോധനമാണ്. അതായത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിലുള്ള ഈശോയുടെ മലയിലെ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ഈശോ പറയുകയാണ്, നിങ്ങളെ തിരിച്ചു കിട്ടുമെന്ന് കരുതി നിങ്ങൾ ആരെയും സ്നേഹിക്കരുത്, തിരിച്ചു കിട്ടുമെന്ന് കരുതി നിങ്ങൾ ആർക്കും വായ്പ കൊടുക്കരുത്. എന്നിട്ട് ഈശോ പറയുകയാണ്, സ്വർഗത്തിലെ എന്റെ പിതാവിന് നോക്ക്, അവിടുന്ന് ദുഷ്ടരോടും നന്ദിഹീനരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും എന്നിട്ട് പറയുകയാണ്. അതായത് ഈശോ പറയുകയാണ്, സ്വർഗത്തിലെ പിതാവിന് നോക്കുവിൻ, നന്ദിഹീനരോടും ദുഷ്ടരോടും അവിടുന്ന് കരുണ കാണിക്കുന്നു. അതായത് കരുണ കാണിച്ചുകൊണ്ട് ഇവനോട് കരുണ കാണിച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, എന്നോട് തിരിച്ച് സ്നേഹം പോലും കാണിക്കില്ല എന്ന ഉറപ്പ് ഉണ്ടായിട്ട് പോലും ആ ദൈവം അവരോട് കരുണ കാണിക്കുന്നു. ദുഷ്ടരോടും നന്ദിയില്ലാത്തവരോടും കരുണ കാണിക്കുന്നു. എന്നിട്ട് ഈശോ നമ്മളോട് പറയുകയാണ്, ആ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോൾ, നമ്മൾ ഒരാളോട് കരുണ കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷയിലുണ്ടാകും, ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടാകും. ഞാൻ കരുണ കാണിക്കുന്നത് കൊണ്ട് ഇവൻ എന്നെ സ്നേഹിക്കണം, ഇവൻ എന്നെ ബഹുമാനിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈശോ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം നമ്മളോട് പറയുകയാണ്. അതായത് അവര് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുമെന്ന് കരുതി, തിരിച്ച് നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് കരുതി, തിരിച്ച് നിങ്ങളെ ബഹുമാനിക്കുമെന്ന് കരുതി ആരോടും കരുണ കാണിക്കരുത്. മറിച്ച് സ്വർഗസ്ഥനായ പിതാവ് ചെയ്യുന്നത് പോലെ നന്ദിയില്ലാത്തവരോടും തിരിച്ച് ബഹുമാനം കാണിക്കില്ലെന്ന് ഉറപ്പുള്ളവരോടും അവരോടടക്കം നിങ്ങൾ കരുണ കാണിക്കില്ലെന്ന് പറയുകയാണ്. ഈശോ നൽകുന്ന ഈ പുതിയ ഒരു പ്രബോധനം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.